ബ്ലോക്ക് ഓഫ് 4 കാലണ്ടർ ഇയേഴ്സിൽ 2 ജേർണിക്കാണ് എംപ്ലോയിക്കും എംപ്ലോയിൻ്റെ ഫാമിലിക്കും എക്സംഷൻ കിട്ടുന്നത്. ബ്ലോക്ക് ഓഫ് 4 കാലണ്ടർ ഇയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ ബ്ലോക്ക് ഓഫ് 4 കാലണ്ടർ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് 4 ഇയേഴ്സാണ് വരുന്നത്. എവിടെ മുതലാണ് വരുന്നത്? 2018 മുതൽ 2021 വരെയാണ്. ഈ 4 വർഷത്തിലുള്ള 2 ജേർണിക്ക് മാത്രമേ ഉള്ളൂ ഈ എക്സംഷൻ കിട്ടുള്ളൂ. ഈ ബ്ലോക്ക് 4 വരുന്ന സമയത്ത് 2018 ജാനുവരി മുതൽ ഡിസംബർ വരെ, അത് ഒരു വർഷം. ദെൻ 2019 സെക്കൻഡ് ഇയർ, 2020 തേർഡ് ഇയർ ആൻഡ് 2021 ഫോർത്ത് ഇയർ. ഈ 4 വർഷത്തിൽ 2 ജേർണിക്കാണ് ലീവ് ട്രാവൽ കൺസെഷനിൽ എക്സംഷൻ അലൗഡ് ആവുന്നത്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് എംപ്ലോയിക്കും എംപ്ലോയിൻ്റെ ഫാമിലിക്കുമാണ് ഈ ബെനിഫിറ്റ് അവൈലബിൾ ആയിട്ടുണ്ടാകുക. അപ്പോൾ ആരൊക്കെയാണ് എംപ്ലോയിൻ്റെ ഫാമിലി എന്ന് പറയുന്നത്? ലീവ് ട്രാവൽ കൺസെഷൻ്റെ ബേസിൽ നമ്മൾ ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എംപ്ലോയിൻ്റെ സ്പൗസ്, ചിൽഡ്രൻ, പാരൻസ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹു ആർ ഓൺലി ഓർ മെയിൻലി ഡിപ്പെൻഡൻറ്റ് ഓൺ എംപ്ലോയി. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇന്ത്യയിൽ ട്രാവൽ വിത്തിൻ ഇന്ത്യ ഈസ് ഓൺലി അലൗഡ്. ഇന്ത്യക്കുള്ളിലെ ട്രാവലിന് മാത്രമേ ഈ എക്സംഷൻ അലൗബിൾ ആകുള്ളൂ. എക്സംഷന് വേണ്ടിയിട്ട് ട്രാവൽ കോസ്റ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. നോ അതർ അമൗണ്ട്സ് ആർ ക്വാളിഫൈഡ് ഫോർ ഡിഡക്ഷൻ. ദ ട്രാവൽ കോസ്റ്റ് ഈസ് ഓൺലി ടേക്കൺ ടു കൺസിഡറേഷൻ ഫോർ എക്സംഷൻ. എത്ര എമൗണ്ട് ആണോ ആക്ച്വലി എംപ്ലോയിക്ക് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ആ എമൗണ്ടിന് മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ. അതിൽ കൂടുതൽ എമൗണ്ട് ഒന്നും എംപ്ലോയിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ള. സ്പെൻഡ് ചെയ്തിട്ടുള്ള ഈ വെക്കേഷന് പോകാൻ വേണ്ടിയിട്ട് എംപ്ലോയിക്ക് എത്ര എമൗണ്ട് ആണോ ആക്ച്വലി സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ആ എമൗണ്ടിന് മാത്രമേ എംപ്ലോയിക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഈ എക്സംഷൻ എംപ്ലോയിക്ക് വേണമെങ്കിൽ എംപ്ലോയി സർവീസിൽ ഇരിക്കുന്ന സമയത്ത് ടൂറിന് ടൂറിന് അവൈലബിൾ ആവുന്ന സമയത്തും കിട്ടും. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ആണെങ്കിലും ഈ എക്സംഷൻ എംപ്ലോയിക്ക് അവൈലബിൾ ആണ്. അതായത് ഡ്യൂറിങ് ദി സർവീസ് ഓർ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഈ ബെനിഫിറ്റ്സ് എംപ്ലോയിക്ക് അവൈലബിൾ ആണ്. ഇനി എക്സംഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ദ എക്സംഷൻ ഷാൽ ബി അലൗഡ് സബ്ജക്റ്റ് ടു ദി ഫോളോയിങ്. വേർ ദി ജേർണി ഈസ് പെർഫോംഡ് ബൈ എയർ ട്രാവൽ ആണെങ്കിൽ amount of air economy fare of national carrier by the shortest route or actual amount spent, whichever is less. നാഷണൽ കാരിയറിൻ്റെ എയർ എക്കണോമി ഫെയറും ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ചെയ്തതും കമ്പയർ ചെയ്യുക. അതിൽ ഏതാണോ കുറവ് അത്രയും വരെയാണ് എംപ്ലോയിക്ക് എക്സംഷൻ കിട്ടുന്നത്. ഈ എയർ റൂട്ട് ഷോർട്ടസ്റ്റ് എയർ റൂട്ടിലായിരിക്കണം എംപ്ലോയി യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ എക്കണോമി ഫെയർ കമ്പയർ ചെയ്യുമ്പം ഷോർട്ടസ്റ്റ് റൂട്ടിലാണ് എംപ്ലോയി യാത്ര ചെയ്തിട്ടുള്ളത്. ആ ഷോർട്ടസ്റ്റ് റൂട്ടിൻ്റെ കോസ്റ്റാണ് എടുക്കുക. അപ്പോൾ ഷോർട്ടസ്റ്റ് റൂട്ട് എമൗണ്ട് ഓഫ് എയർ എക്കണോമി ഫെയർ ഓഫ് നാഷണൽ കാരിയർ ബൈ ദി ഷോർട്ടസ്റ്റ് റൂട്ട്. നാഷണൽ കാരിയറിൻ്റെ ഷോർട്ടസ്റ്റ് റൂട്ടിലെ എയർ എക്കണോമി ഫെയർ എത്രയാണോ അതും ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ചെയ്തതും കമ്പയർ ചെയ്യും. അതിലേതാണോ കുറവ് അത്രയും എമൗണ്ട് വരെയാണ് എംപ്ലോയിക്ക് കിട്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് വേർ ദി പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് ജേർണി ആൻഡ് ഡെസ്റ്റിനേഷൻ ആർ കണക്റ്റഡ് ബൈ റെയിൽ ആൻഡ് ദി ജേർണി ഈസ് പെർഫോംഡ് ബൈ എനി അതർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അതർ ദാൻ ബൈ എയർ. ഇനി റെയിൽ കണക്ട് ചെയ്യുന്ന സ്ഥലമാണ്, പക്ഷേ ജേർണി എന്ന് പറയുന്നത് എയർ ട്രാൻസ്പോർട്ട് അല്ലാതെ വേറെ ഏത് മോഡിലാണെങ്കിലും ജേർണി റെയിൽ കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് ആണ് എംപ്ലോയി ടൂർ പോകുന്നത്. ഈ ടൂറ് പോകുന്ന സമയത്ത് എയർ ട്രാവൽ അല്ല എംപ്ലോയി പ്രിഫർ ചെയ്തിട്ടുള്ളത്. എയർ ട്രാവൽ അല്ലാത്ത ഏത് മോഡ് പ്രിഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് എക്സംഷൻ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യാന്ന്. അങ്ങനെയുള്ള സമയത്ത് എമൗണ്ട് ഓഫ് എയർ കണ്ടീഷൻഡ് ഫസ്റ്റ് ക്ലാസ് റെയിൽ ഫെയർ ബൈ ദി ഷോർട്ടസ്റ്റ് റൂട്ട്. ഫസ്റ്റ് ക്ലാസ് റെയിൽ ഫെയറിൻ്റെ എയർ കണ്ടീഷണൽഡ് റെയിൽ ഫെയറും അതുപോലെ തന്നെ ആക്ച്വൽ എമൗണ്ട് സ്പെൻഡും കമ്പയർ ചെയ്യുക. അതിലേതാണോ കുറവ് അത്രയും എമൗണ്ടാണ് എംപ്ലോയിക്ക് എക്സംഷൻ കിട്ടുന്നത്. ഈ കേസിലും ഷോർട്ടസ്റ്റ് റൂട്ടാണ് എടുക്കുക. എയർ കണ്ടീഷൻഡ് ഫസ്റ്റ് ക്ലാസ് റെയിൽ ഫെയർ ബൈ ദി ഷോർട്ടസ്റ്റ് റൂട്ടാണ് എടുക്കേണ്ടത്. അതായത് ജേർണിയും അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലവും എൻഡ് ചെയ്യുന്ന സ്ഥലം എവിടേക്കാണ് എംപ്ലോയി പോകുന്നത്
അതുപോലെ തന്നെ എവിടെ നിന്നാണ് എംപ്ലോയി യാത്ര തുടങ്ങുന്നത്, ഈ 2 സ്ഥലവും തമ്മിൽ റെയിലിൽ കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എംപ്ലോയി യാത്ര ചെയ്യുന്നത് എയർ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലല്ല, വേറെ ഏത് മോഡിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ക്ലാസ് റെയിൽ ഫെയറിൻ്റെ ഷോർട്ടസ്റ്റ് റൂട്ടിൻ്റെ കോസ്റ്റും ആക്ച്വൽ എമൗണ്ട് എംപ്ലോയിക്ക് സ്പെൻഡ് ചെയ്തെന്നുമാണ് കമ്പയർ ചെയ്യുക. അതിലേതാണോ കുറവ് അത്രയും എമൗണ്ട് വരെയാണ് എംപ്ലോയിക്ക് ലീവ് ട്രാവൽ കൺസെഷനായിട്ട് എക്സംഷൻ കിട്ടുന്നത്. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തത് വരുന്നത് വേർ ദി പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് ജേർണി ആൻഡ് ഡെസ്റ്റിനേഷൻ ഓർ പാർട്ട് ദെയറോഫ് ആർ നോട്ട് കണക്റ്റഡ് ബൈ റെയിൽ ആൻഡ് ജേർണി ഈസ് പെർഫോംഡ് ബിറ്റ്വീൻ സച്ച് പ്ലേസസ്. റെയിൽ കണക്ട് ചെയ്യാത്ത സ്ഥലത്താണ് എംപ്ലോയി പോകുന്നത് എങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്താവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എക്സംഷൻ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വേറെ റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എക്സിസ്റ്റ്. അങ്ങനെയുള്ള കേസിൽ ഒരു റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഓർ ഡീലക്സ് ക്ലാസ് ഫെയർ ഓഫ് സച്ച് ട്രാൻസ്പോർട്ട്, ആ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ അവിടെ ഒരു റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ആ റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ് കോസ്റ്റ് അല്ലെങ്കിൽ ഡീലക്സ് ക്ലാസ് ഫെയർ എത്രയാണെന്നുള്ളത് നോക്കുക. അതും ആക്ച്വൽ എമൗണ്ട് സ്പെൻഡും കമ്പയർ ചെയ്യുക. അതിലേതാണോ കുറവ് അത്രയും എമൗണ്ട് വരെയാണ് എംപ്ലോയിക്ക് എക്സംഷൻ കിട്ടുന്നത്. ഇവിടെയും ഷോർട്ടസ്റ്റ് റൂട്ടാണ് എടുക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് വെർ ഇസ് നോ റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എക്സിസ്റ്റ്. ഇനി എംപ്ലോയി പോകുന്ന സ്ഥലത്ത് റെയിൽ കണക്ഷനും ഇല്ല, അതുപോലെ തന്നെ അവിടെ റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റവും അവിടെ വരുന്നില്ല എങ്കിൽ എങ്ങനെ വരുന്നു? ആൻ എമൗണ്ട് ഈക്വലൻറ്റ് ടു എയർ കണ്ടീഷൻഡ് ഫസ്റ്റ് ക്ലാസ് റെയിൽ ഫെയർ ബൈ ദി ഷോർട്ടസ്റ്റ് റൂട്ട് ഓർ ദി എമൗണ്ട് ആക്ച്വലി സ്പെൻഡ്. എമൗണ്ട് ഫസ്റ്റ് ക്ലാസ് റെയിൽ ഫെയറിൻ്റെ എമൗണ്ട് എത്രയാണോ അതും അതുപോലെ തന്നെ എംപ്ലോയിക്ക് ആക്ച്വലി എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് രണ്ടും കമ്പയർ ചെയ്യുക. അതിലേതാണോ കുറവ് അത്രയും എമൗണ്ട് വരെയാണ് എംപ്ലോയിക്ക് എക്സംഷൻ കിട്ടുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് ഫെയർ എടുക്കുന്ന സമയത്തും നമ്മൾ ഷോർട്ടസ്റ്റ് റൂട്ടാണ് നോക്കേണ്ടത്. പിന്നെ എക്സംഷൻ വിൽ നോ കേസ് എക്സീഡ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓൺ ദി പെർഫോമൻസ് ഓഫ് ജേർണി. അതായത് ആക്ച്വൽ എക്സ്പെൻഡിച്ചറിനേക്കാളും കൂടുതൽ ഒരിക്കലും എക്സംഷൻ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ആക്ച്വലും ആ ട്രാൻസ്പോർട്ടിൻ്റെ കോസ്റ്റും കമ്പയർ ചെയ്തിട്ട് അത് ഏതാണോ കുറവ് അത്രയും എമൗണ്ട് വരെ എക്സംഷൻ കൊടുക്കുന്നത്. ഇങ്ങനെ ഇതാണ് ലീവ് ട്രാവൽ കൺസെഷൻ്റെ എക്സംഷൻ റൂൾ. മെഡിക്കൽ ഫെസിലിറ്റീസ് ഓർ മെഡിക്കൽ ബെനിഫിറ്റ്സ്. ഇനി നമ്മൾ നെക്സ്റ്റ് ടാക്സ് ഫ്രീ പെർക്വസിറ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ മെഡിക്കൽ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ ദി ഫോളോയിങ് ഫേസസ് മെഡിക്കൽ ഫെസിലിറ്റി ഈസ് നോട്ട് എ പെർക്വസിറ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് എംപ്ലോയീസ്. ഏതൊക്കെ കേസിലാണ് മെഡിക്കൽ ഫെസിലിറ്റീസ് ടാക്സബിൾ അല്ലാത്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, medical facility in a hospital including a dispensary, a clinic or a nursing home maintained by employer. The value of medical treatment provided to an employee or any member of his family in any hospital, dispensary, clinic or a nursing home maintained by employer shall not be a perquisite. എംപ്ലോയിക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എംപ്ലോയിക്കാവാം അല്ലെങ്കിൽ എംപ്ലോയിൻ്റെ ഫാമിലി മെമ്പർക്കാവാം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നത് എംപ്ലോയറിൻ്റെ തന്നെ ഹോസ്പിറ്റലിലോ ഡിസ്പെൻസറിയിലോ അല്ലെങ്കിൽ ക്ലിനിക്കിലോ അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെ നഴ്സിംഗ് ഹോമിലോ ആണെങ്കിൽ അതിന് എംപ്ലോയി ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ആ കിട്ടുന്ന ബെനിഫിറ്റിന് എംപ്ലോയി ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതിന് എക്സംപ്റ്റഡ് ആണ്, ടാക്സിൽ നിന്ന് ആ വാല്യൂ എക്സംപ്റ്റഡ് അതാണ്. അതായത് എംപ്ലോയറിൻ്റെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് എംപ്ലോയിക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് എങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിന് എംപ്ലോയീൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് ഒന്നും വാങ്ങുന്നില്ല എങ്കിൽ അത് ഒരു പെർക്വസിറ്റ് ആണ്. അതായത് എംപ്ലോയറിൻ്റെ ഹോസ്പിറ്റലിൽ എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയീൻ്റെ ഫാമിലി മെമ്പർ അസുഖമായിട്ട് അഡ്മിറ്റായി. അപ്പോൾ എംപ്ലോയർ അതിന് എംപ്ലോയിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് ഒന്നും ചാർജ് ചെയ്യുന്നില്ല. അപ്പോൾ ക്യാഷ് ഒന്നും ചാർജ് ചെയ്യുന്നില്ല എങ്കിൽ എംപ്ലോയിനെ സംബന്ധിച്ച് അതൊരു പെർക്വസിറ്റ് ആയിരുന്നു. പക്ഷേ എംപ്ലോയറിൻ്റെ തന്നെ സ്വന്തം ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ എംപ്ലോയി ആ പെർക്വസിറ്റിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ എംപ്ലോയറിൻ്റെ സ്വന്തം ഹോസ്പിറ്റലിന്
എംപ്ലോയിക്ക് മെഡിക്കൽ ഫെസിലിറ്റി കിട്ടുകയാണെങ്കിൽ അതിന് എംപ്ലോയിക്കോ എംപ്ലോയിൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അതിന് എംപ്ലോയി ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഏതൊക്കെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ഇന്ത്യേൻ്റെ വേറെയുള്ള കേസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ദി ഫോളോയിങ് എക്സ്പെൻഡിച്ചർ ഇൻകർഡ് ബൈ ദി എംപ്ലോയർ ഷാൽ നോട്ട് ബി എ പെർക്വസിറ്റി. ഇനി വേറെ ഏതൊക്കെയാണ്? എനി സം പെയ്ഡ് ബൈ എംപ്ലോയി ഇൻ റെസ്പെക്ട് ഓഫ് എനി എക്സ്പെൻഡിച്ചർ incurred by employee on his family members medical treatment in any hospital maintained by government or any local authority or in a hospital approved by government for medical treatment for employee. എംപ്ലോയർ എന്തെങ്കിലും എമൗണ്ട് കൊടുക്കുക ചെയ്യുന്നത് ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ എംപ്ലോയി. എംപ്ലോയിക്ക് ഉണ്ടായ എക്സ്പെൻഡിച്ചറിന്, എന്ത് എക്സ്പെൻഡിച്ചറിന്? സ്വന്തം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് ഉണ്ടായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനോ. ദാറ്റ് മീൻസ് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ബൈ എംപ്ലോയർ. എവിടെ നിന്നാണ് ട്രീറ്റ്മെൻറ്റ്? ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ബൈ ഗവൺമെൻറ് ഓർ ഇൻ എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയിൻ്റെ ഫാമിലി മെമ്പർ. ഫാമിലി എന്ന് പറയുമ്പോൾ ഇവിടെ ഡിപ്പെൻഡൻറ്റ് ഫാമിലി ആവണേ. ഡിപ്പെൻഡൻറ്റ് ഫാമിലീസ് ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീൻ്റെ അതല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ അഡ്മിറ്റ് ആയ സമയത്തുള്ള എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റീംബേഴ്സ് ചെയ്യാൻ വേണ്ടി എംപ്ലോയർ എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ട്രീറ്റ്മെൻറ്റ് നടന്നിട്ടുള്ളത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിൽ ആ എമൗണ്ട് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതായത് ട്രീറ്റ്മെൻറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിൽ എംപ്ലോയി അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് മെഡിക്കൽ എക്സ്പെൻഡിച്ചറിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് expenditure actually incurred by employee or his family members in a medical treatment in respect of prescribed diseases or amenities in any hospital approved by principal chief commissioner of income tax. ഇനി എംപ്ലോയിക്കോ അല്ലെങ്കിൽ എംപ്ലോയിൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ പ്രിസ്ക്രൈബ്ഡ് ഡിസീസസ് ആണ്. പ്രിസ്ക്രൈബ്ഡ് ഡിസീസസ് എന്ന് പറയുന്ന സമയത്ത് റൂൾ 3A ഓഫ് ഇൻകം ടാക്സ് ആക്റ്റിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് ആ ഡിസീസസ് എന്ന്. അങ്ങനെയുള്ള ഏതെങ്കിലും ഡിസീസസ് ആണ് എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനും ഉള്ളത്. അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് കമ്മീഷണർ സ്പെസിഫൈ ചെയ്യുന്ന ഏതൊക്കെ കുറേ ഹോസ്പിറ്റൽസ് ഉണ്ടാവും. ആ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ആണെങ്കിൽ അവർക്ക് അങ്ങനെ ആ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ എന്തെങ്കിലും എമൗണ്ട് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എംപ്ലോയിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് എംപ്ലോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. ഇനി ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും സ്പെസിഫൈഡ് ഡിസീസസിനാണെങ്കിൽ, അതായത് ഇൻകം ടാക്സിൻ്റെ റൂളിൽ പറയുന്ന സ്പെസിഫൈഡ് ഡിസീസസിനാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ അല്ലെങ്കിൽ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലും ആണെങ്കിൽ ആ കിട്ടുന്ന റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനും എംപ്ലോയി ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ്, പേയ്മെൻറ്റ് ഓർ റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് പ്രീമിയം ഇൻ റെസ്പെക്ട് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഓഫ് ദി എംപ്ലോയി ഓർ എനി മെമ്പർ ഓഫ് ഹിസ് ഫാമിലി ആണെങ്കിൽ, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ആണ് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നത് എങ്കിലും അതിനും എംപ്ലോയി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് expenses incurred for the treatment of employee or any member of his family in a private nursing home or clinic ആണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയിൻ്റെ ഫാമിലി മെമ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്ത് കഴിഞ്ഞാലും ആ റീഇംബേഴ്സ് ചെയ്യുന്ന എമൗണ്ട് മുഴുവനായിട്ട് എംപ്ലോയി ടാക്സ് അടയ്ക്കണം. ആ എമൗണ്ടിന് യാതൊരുവിധ എക്സംഷനും എംപ്ലോയിക്ക് അവൈലബിൾ അല്ല. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ എംപ്ലോയറിൻ്റെ തന്നെ ഹോസ്പിറ്റലിലാണ് എംപ്ലോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് എങ്കിൽ, എംപ്ലോയിയോ അല്ലെങ്കിൽ എംപ്ലോയിൻ്റെ ഫാമിലിയോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് എങ്കിൽ വാല്യൂ ടാക്സബിൾ അല്ല, അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. നെക്സ്റ്റ് വരുന്നത്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് എങ്കിലും അങ്ങനെ കിട്ടുന്ന റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഇനി
നെക്സ്റ്റ് വരുന്നത് സ്പെസിഫൈഡ് ഡിസീസസിനാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണെങ്കിൽ അതിനും എംപ്ലോയി ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം ആവുന്ന സമയത്തും എംപ്ലോയി ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. എംപ്ലോയി ടാക്സ് അടയ്ക്കുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ കേസിൽ എംപ്ലോയി ടാക്സ് അടയ്ക്കുന്നത് മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണ്. മെഡിക്കൽ ബെനിഫിറ്റിൻ്റെ കേസിൽ എംപ്ലോയി ടാക്സ് അടയ്ക്കുന്നത് ട്രീറ്റ്മെൻറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാവുന്ന സമയത്ത് മാത്രമാണ്. ട്രീറ്റ്മെൻറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, എംപ്ലോയർ ആ ട്രീറ്റ്മെൻറ്റിനുള്ള എമൗണ്ട് എംപ്ലോയിക്ക് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ കിട്ടിയ എമൗണ്ടിന് മുഴുവനായിട്ട് എംപ്ലോയി ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഓർക്കണം, പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിന് മാത്രമേ ഉള്ളൂ ടാക്സ് വരുന്നുള്ളൂ. Medical treatment outside India. The following expenditure incurred by the employer to the extent of the employee or his family members outside India is also a tax-free perquisite. First one, expenses on medical treatment to the extent permitted by RBI. Second one, expenses on stay abroad of the employee or any member of the family for medical treatment with one attendant who accompanies the patient to the extent permitted by RBI. Third one, travel expense of the patient and one attendant who accompanied the patient shall be tax-free in the case those employee whose gross total income does not exceed rupees 2 lakh. For this purpose, family consists of the spouse and children of the employee. Children may be dependent or independent, married or unmarried. Parents, brother and sisters of employee who are wholly or mainly dependent on such employee. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആവുന്ന സമയത്ത് അത് എൻ്റെ എക്സ്പെൻഡിച്ചർ എംപ്ലോയർ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ എക്സ്പെൻഡിച്ചറിന് എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അതൊരു ടാക്സ് ഫ്രീ പെർക്വസിറ്റ് ആണ്. അതിൻ്റെ ടാക്സ് ഫ്രീ എത്ര വരെയാണെന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് എംപ്ലോയിക്കോ അല്ലെങ്കിൽ എംപ്ലോയീൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ ആണെങ്കിൽ എക്സംഷൻ അവൈലബിൾ ആയിരിക്കും. ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് എംപ്ലോയീൻ്റെ സ്പൗസ്, ദെൻ ചിൽഡ്രൻ എന്ന് പറയുന്നത് മാരീഡ് ചിൽഡ്രൻ ആവാം, അൺമാരീഡ് ചിൽഡ്രൻ ആകാം. പിന്നെ ഡിപ്പെൻഡൻറ്റ് ഫാമിലി മെമ്പേഴ്സിൽ ബ്രദേഴ്സ്, പാരൻസ്, സിസ്റ്റേഴ്സ് ഒക്കെ എംപ്ലോയീസിൻ്റെത് വരും. അവരൊക്കെ മെയിനായിട്ട് എംപ്ലോയിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ അവരെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പാരൻസ് ഒക്കെ ആ കാറ്റഗറിയിൽ വരുന്നതാണ്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് എത്രത്തോളമാണ് ഈ പെർക്വസിറ്റിൻ്റെ ടാക്സ് എക്സംഷൻ നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പെൻസസ് ഓൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ടു ദി എക്സ്റ്റെൻറ്റ് പെർമിറ്റഡ് ബൈ RBI. Expenses incurred by the employer on medical treatment of an employee or his family member is fully exempt to the extent approved by Reserve Bank of India. ഇന്ത്യക്ക് പുറത്തുള്ള എംപ്ലോയീൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്പെൻസസ് എംപ്ലോയറാണ് മീറ്റ് ചെയ്യുന്നത് എങ്കിൽ എത്രത്തോളം RBI സ്പെസിഫൈ ചെയ്യുന്നുള്ള ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് വരെയാണ് എക്സംഷൻ കിട്ടുക. ബാക്കി എമൗണ്ടിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. എക്സംഷൻ അപ്പോൾ വരുന്നത് ദി എമൗണ്ട് സ്പെസിഫൈഡ് ബൈ RBI, അല്ലെങ്കിൽ എക്സ്പെൻസസ് ഓൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ടു ദി എക്സ്റ്റെൻറ്റ് പെർമിറ്റഡ് ബൈ RBI എത്ര എക്സ്റ്റെൻറ്റ് പെർമിറ്റ് ചെയ്തിട്ടുണ്ട് എംപ്ലോയറെ മീറ്റ് ചെയ്യാൻ, അത്രയും എമൗണ്ട് വരെ എംപ്ലോയിക്ക് എക്സംഷൻ കിട്ടും. അതും കഴിഞ്ഞിട്ട് എംപ്ലോയർ എന്തെങ്കിലും എമൗണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിന് എംപ്ലോയി ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ RBI എംപ്ലോയറെ പെർമിറ്റ് ചെയ്തിട്ടുള്ള സീലിംഗ് എമൗണ്ട് വരെ മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ട്രീറ്റ്മെൻറ്റിന് ടാക്സ് എക്സംഷൻ കിട്ടുള്ളൂ. ബാക്കി വരുന്ന എമൗണ്ടിന് ടാക്സ് കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ്, എംപ്ലോയറാണ് പേഷ്യൻറ്റിൻ്റെയും അതുപോലെ തന്നെ വൺ അറ്റൻഡൻറ്റിൻ്റെയും സ്റ്റേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് എങ്കിൽ, എബ്രോഡിലുള്ള സ്റ്റേ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എങ്കിൽ RBI പ്രിസ്ക്രൈബ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അത്രത്തോളം എമൗണ്ട് വരെ എംപ്ലോയിക്ക് അതിന് എക്സംഷൻ കിട്ടും. തേർഡ് വൺ, എംപ്ലോയറാണ് പേഷ്യൻറ്റിൻ്റെയും അതുപോലെ തന്നെ വൺ അറ്റൻഡൻറ്റിൻ്റെയും ട്രാവൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എങ്കിൽ എംപ്ലോയീൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 ലാഖിൽ കൂടുന്നില്ല എങ്കിൽ
ആ എമൗണ്ട് ഒരു ഫുള്ളി ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആയിരിക്കും. എത്രത്തോളം എമൗണ്ട് ആണോ എംപ്ലോയർ ട്രാവൽ എക്സ്പെൻസ് ആയിട്ട് മീറ്റ് ചെയ്തിട്ടുള്ളത് അത്രത്തോളം എമൗണ്ടിന് എക്സംഷൻ കിട്ടും. ഇൻ ഷോർട്ട്, എംപ്ലോയർ ആണ് എംപ്ലോയിൻ്റെയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നത് എങ്കിൽ RBI പ്രിസ്ക്രൈബ് ചെയ്യുന്ന എമൗണ്ട് എത്ര വരെയാണോ അത്രയും എമൗണ്ട് വരെ എംപ്ലോയിക്ക് ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടും. ഇനി എംപ്ലോയറാണ് പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള ഒരു അറ്റൻഡൻറ്റിന് വേറെ പെർമിറ്റ് ചെയ്യും. വൺ അറ്റൻഡൻറ്റിൻ്റെയും സ്റ്റേ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നത് എങ്കിലും RBI പെർമിറ്റ് ചെയ്യുന്ന എമൗണ്ട് വരെ എക്സംഷൻ കിട്ടും. ഇനി എംപ്ലോയർ ആണ് പേഷ്യൻറ്റിൻ്റെയും അതുപോലെ തന്നെ വൺ അറ്റൻഡൻറ്റിൻ്റെയും ട്രാവൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എങ്കിൽ എംപ്ലോയീൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 lakhൽ കൂടിയിട്ടില്ല എങ്കിൽ അത് കംപ്ലീറ്റ്ലി ഫുള്ളി ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു പെർക്വിസിറ്റ് ആണ്. അതിനൊറ്റ എമൗണ്ട് പോലും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എംപ്ലോയീൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ സ്പൗസ്, ചിൽഡ്രൻ ഓഫ് എംപ്ലോയി ആണ് ഫാമിലി ആയിട്ട് വരിക. അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് ആയിട്ടുള്ള ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ പാരൻസോ, ഇവരുടെ ആര് ട്രീറ്റ്മെൻറ്റിന് എടുത്താലും എംപ്ലോയിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കേസിലുള്ള ആരുടെ ട്രീറ്റ്മെൻറ്റിനാണെങ്കിലും ഈ റൂളുകളാണ് ആപ്ലിക്കബിൾ ആവുക. ഇത്രയുമാണ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പെർക്വിസിറ്റ്സിനെ കുറിച്ചായിരുന്നു. പെർക്വിസിറ്റിനെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ്, പെർക്വിസിറ്റ് ഇൻ ടാക്സബിൾ ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ആൻഡ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്. ഇപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആയിരുന്നു. ആ 3 ക്ലാസിഫിക്കേഷൻസും പെർക്വിസിറ്റ്സിൻ്റെത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സാലറിൻ്റെ അടുത്ത പാർട്ടിലേക്ക് മൂവ് ചെയ്യാം.